ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തിപ്പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പേര് എന്നത് നാം ഉപയോഗിക്കുന്നത് പ്രധാനമായും തിരിച്ചറിയാനാണ്. ഓരോ വസ്തുവിനും ഇന്നത്. ആകാശം അതൊരു പേരാണ്, ഭൂമി അതൊരു പേരാണ്, ബൈക്ക്, ഓട്ടോറിക്ഷ, കാറ് ഇതൊക്കെ ഓരോ പേരുകളാണ്. അപ്പോൾ പേരുകൾ എന്നത് വളരെ പ്രധാനമാണ് തിരിച്ചറിയാൻ. എന്നാൽ ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ പേര് അത് ഉൾക്കൊണ്ട് പഠിച്ചാൽ മാത്രം മതി ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് 99 നാമവിശേഷണങ്ങളുണ്ട്. വമൻ ഹഫിളഹ, അതാരെങ്കിലും ഹിഫ്ലാക്കിയാൽ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹിഫ്ള് എന്ന് സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നത് മനപ്പാഠം എന്നാണ്. എന്നാൽ ഒരിക്കലും അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. മനപ്പാഠത്തോടൊപ്പം അതിൻ്റെ ആശയം യഥാവിധി അറിയുക എന്നതാണ്. അള്ളാഹുവിൻ്റെ 99 നാമവിശേഷണങ്ങളെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയാൽ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുമെന്നർത്ഥം. 7-ാം അധ്യായമായ സൂറത്ത് അറാഫിലെ 180-ാമത്തെ ആയത്താണ് നമ്മുടെ മുമ്പിൽ ഓതി വെച്ചത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, ഏറ്റവും ഉത്കൃഷ്ടമായ, അതിനേക്കാൾ അപ്പുറത്തൊന്നും പറയാനില്ല, ഉത്തമമായ നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. ഫദ്ഊഹു ബിഹാ, അതിനാൽ ആ പേരുകളിൽ നിങ്ങൾ അവനെ വിളിച്ചുകൊള്ളുക. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ റബ്ബിൻ്റെ പേരുകളെ നിങ്ങൾ ഉപയോഗിക്കുക. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അവൻ്റെ നാമങ്ങളിൽ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടേക്കുക. സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലം വഴിയെ അവർ അറിയുന്നതാകുന്നു എന്നാണ് 7-ാം അധ്യായമായ സൂറത്ത് അറാഫിലെ 180-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സഹോദരീ സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഈ 99 നാമങ്ങൾ അതെനിക്കൊന്ന് പഠിക്കണം. ഇന്ന് ഖുതുബയിൽ പറഞ്ഞ ആ വിഷയം അതെനിക്കൊന്ന് പഠിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വഴി കാണിച്ചു തരും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, നമ്മുടെ ഇണകളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്നത്. അള്ളാഹുവിനെ അറിയേണ്ടത് അള്ളാഹു പറഞ്ഞതനുസരിച്ചാണ്, അഥവാ വിശുദ്ധ ഖുർആനിലൂടെയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെയാണ്. എന്നാൽ അള്ളാഹുവിനെ ചില മനുഷ്യർ വിശദീകരിക്കാൻ തുടങ്ങി. അപ്പോൾ അവരൊക്കെ തെറ്റിപ്പോയി. നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ കാണുന്ന തെറ്റായ ദൈവവിശ്വാസങ്ങളുടെ മുഴുവൻ കാര്യവും കിടക്കുന്നത് മനുഷ്യർ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ, പടച്ചവനെ വിശദീകരിച്ചു എന്നതാണ്. അള്ളാഹു എവിടെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഇന്ന് ജുമഅക്ക് പങ്കെടുത്ത നമ്മൾ ഒരു ഇൻ്റർവ്യൂ, നമ്മൾ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും പോയാൽ അവിടെ പ്രഭാഷണം നടത്തണമെങ്കിൽ അവിടുത്തെ പണ്ഡിത സഭയുടെ മുമ്പിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകും. ആ ഇൻ്റർവ്യൂകളിൽ അവരാദ്യമായി ചോദിക്കുന്ന ചോദ്യം ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണ്? ഈ ചോദ്യം ഇന്ന് ജുമഅക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ ആ ഉമ്മത്തിനോട് ചോദിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും തെറ്റായ ഉത്തരമാണ് പറയുക. ഭൂരിപക്ഷം ആളുകളും അള്ളാഹു എല്ലായിടത്തുമുണ്ട്, അള്ളാഹു സർവ്വവ്യാപിയാണ്. പൂർണ്ണമായും തെറ്റായ ഉത്തരമാണത്. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ ഈ തെറ്റായ ഉത്തരത്തിലായിരിക്കും നമ്മളും ഉണ്ടാവുക. നാം അത് തിരുത്തണം. നമുക്കറിയാം, തബാറക സൂറത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ, പ്രത്യേകിച്ച് രാത്രി സന്ദർഭങ്ങളിൽ പാരായണം ചെയ്യാൻ പറഞ്ഞ ഒട്ടേറെ മഹത്വങ്ങളുള്ള അധ്യായമാണ്. പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിലൊട്ടേറെ സ്ഥലത്ത് കാണാം മം ഫിസ്സമാ, മം ഫിസ്സമാ, മം ഫിസ്സമാ, ആകാശത്തുള്ളവൻ, ആകാശത്തുള്ളവൻ.
നമ്മളൊക്കെ സാധാരണ ഒരു ഹദീസ് പറയാറുണ്ട്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ബാക്കി നമുക്കെല്ലാവർക്കും അറിയാം ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഈ ആകാശത്തുള്ളവൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ചെറുപ്പത്തിൽ സ്ഥാനം പിടിച്ചൊരാകാശമുണ്ട്. അതെന്താ? പുറത്തിറങ്ങി മുകളിലോട്ട് നോക്കിയാൽ കാണുന്ന ആ മേഘങ്ങൾ, അതാണ് ആകാശമെന്നാണ് ചിലർ ധരിച്ചു വെച്ചത്. അല്ല, ആകാശം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറമാണ്. അല്ലാഹു ഫിസ്സമാ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സ്ത്രീക്ക് അള്ളാഹുവിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് അറിയുമോ എന്ന് പരിശോധിക്കാൻ റസൂലുള്ളാഹിയുടെ അടുത്ത് കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ചോദ്യങ്ങൾ ആ സഹോദരിയോട് ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം ഐനല്ലാഹ്, അതിന് ശരിയായ ഉത്തരം പറഞ്ഞു അല്ലാഹു ഫിസ്സമാ, അള്ളാഹു ഉപരിലോകത്താണ്, ആകാശത്താണ്. 2, ഞാൻ ആരാണ്? നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അവരെ മോചിപ്പിക്കാൻ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ആകാശം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത്. ഞാൻ ഈ പറഞ്ഞത് മനസ്സിൽ സ്ഥാപിച്ചേ പറ്റൂ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആകാശം എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ അപ്പുറം. എന്തൊക്കെ ഇവിടെയുണ്ടോ, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് ഇവിടെ, അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിപ്രപഞ്ചങ്ങൾ മുഴുവനും അതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അതിൻ്റെ അപ്പുറം, അതിനാണ് ആകാശം എന്ന് പറയുക. അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ അപ്പുറത്താണ് അള്ളാഹു. അതാണ് അല്ലാഹു ഫിസ്സമാ എന്ന് പറഞ്ഞാൽ. അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ അപ്പുറത്താണ് അള്ളാഹു, അതിൻ്റെ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ഉള്ളിലല്ല അള്ളാഹു. അതാണ് ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ക്ഷേത്ര പ്രവേശകർ അള്ളാഹു ദൈവം തൂണിലും തുരുമ്പിലും എന്നിലും നിങ്ങളിലും എല്ലാറ്റിലും ഉണ്ട് എന്ന് പറയും. ഈ തെറ്റായ വിശ്വാസം എങ്ങനെ വന്നു? പടച്ചവനെ സൃഷ്ടികൾ വ്യാഖ്യാനിച്ചു. അവിടെ സൃഷ്ടികളല്ല അത് വ്യാഖ്യാനിക്കേണ്ടത്. സൃഷ്ടിച്ചവൻ പറയുന്നു അവൻ സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ അപ്പുറത്താണ്. അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ഉള്ളിലല്ല അള്ളാഹു. വളരെ ലളിതമല്ലേ? അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ഉള്ളിലല്ല അള്ളാഹു, അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ പുറത്താണ് അള്ളാഹു. അതാണ് അല്ലാഹു ഫിസ്സമാ, അള്ളാഹു ആകാശത്തിലാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരക്കേട് എത്രമാത്രം സമൂഹത്തിലുണ്ട് എന്നറിയാൻ ഈ ഒരു കാര്യം മാത്രം, ഇപ്പോഴപ്പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ശബ്ദം കേൾക്കുന്നവരിലുണ്ടാകാം. അത്രമാത്രം അജ്ഞത അള്ളാഹുവിനെ കുറിച്ചുണ്ട്. ഇനി അള്ളാഹുവിൻ്റെ 99 നാമവിശേഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിലൊരൊറ്റ വിശേഷണം എടുക്കാം, അൽ വദൂദ്. എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ് മുഴുവൻ വിശേഷണങ്ങളും. ഓരോന്ന് നമ്മൾ വിശദീകരിക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനം എന്ന് തോന്നും. സുബ്ഹാനല്ലാഹ്. അൽ വദൂദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹമുള്ളവൻ. അള്ളാഹുവിൻ്റെ ഒരു പേരാണത്, അൽ വദൂദ്, ഏറ്റവും സ്നേഹമുള്ളവൻ. ഈ ഒരു വിശേഷണം മാത്രം പഠിച്ചാൽ നമ്മുടെ സർവ്വ നിരാശകളും ഇല്ലാതാകും. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച എല്ലാവരും അതിന്ന് പിന്മാറും. അവഗണന സഹിക്കുന്ന എല്ലാവരും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയും. ഭാര്യ എന്നെ അവഗണിക്കുന്നു, ഉപ്പ അവഗണിക്കുന്നു, ഭർത്താവ് അവഗണിക്കുന്നു, ഭാര്യ അവഗണിക്കുന്നു, മക്കൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം ഞാൻ അൽ വദൂദിൻ്റെ അടിമയാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയല്ല. എൻ്റെ വിശ്വാസം എൻ്റെ ഭാര്യയല്ല എന്നാണ്. എൻ്റെ ഭാര്യയെ നൽകിയവനാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മകനല്ല, മകളല്ല, ഉമ്മയല്ല. ഉമ്മയെ നൽകിയവൻ, ഉമ്മയെ സൃഷ്ടിച്ചവൻ, ഉമ്മയിലൂടെ ആ സ്നേഹം നമുക്ക് നൽകിയവൻ, അവനാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പോൾ അൽ വദൂദ് എന്നൊരൊറ്റ വിശേഷണം കൃത്യമായി പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറും. പിന്നീട് കയറെടുക്കാനും ബ്ലേഡ് എടുക്കാനും കടലിൽ ചാടാനും പോകേണ്ടതില്ല. നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരുത്തൻ നമുക്കുണ്ട്, അവനാണ് അള്ളാഹു. അതോടൊപ്പം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനാണ് അള്ളാഹു എന്ന് പറയുന്നതോടുകൂടി പിന്നെ പടച്ചോനല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമല്ല. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പടച്ചോൻ എനിക്കുണ്ടെങ്കിൽ, എനിക്കൊരു കുട്ടിയില്ലെങ്കിൽ ഞാൻ ജാറത്ത് പോയിട്ടാണ് പറയേണ്ടത്? ഞാൻ ഷെയ്ഖിനോടാണ് പറയേണ്ടത്? ഞാൻ ബദരീങ്ങളോടാണ് പറയേണ്ടല്ലോ? ബദരീങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നവനാണ് പടച്ചോൻ. അപ്പോൾ ഒരൊറ്റ വിശേഷണം, അള്ളാഹു ഏറ്റവും സ്നേഹിക്കുന്നവനാകുന്നു. മുശ്രിക്കുകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടൊരു കരാറുണ്ടാക്കുകയാണ്. ആ കരാർ എഴുതണം. അപ്പോൾ സ്വഹാബി എഴുതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം മുശ്രിക്കുകൾ ചോദിച്ചു, പിന്നെ ഞങ്ങൾ തമ്മിൽ വ്യത്യാസം? അള്ളാഹു റഹ്മാനും റഹീമുമാണ് ഞങ്ങൾ സമ്മതിച്ചാൽ
പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇബ്രാഹിം നബി വിളിക്കുന്നത്? റഹ്മാനും റഹീം അങ്ങ് വെട്ടിക്കളയൂ എന്ന് പറഞ്ഞു. ബിസ്മില്ല എന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞു. ബിസ്മില്ല എന്ന് എഴുതിക്കോ, അർ-റഹ്മാൻ റഹീം വേണ്ട. അതാ ഇസ്ലാമും ഷിർക്കും തമ്മിലുള്ള വ്യത്യാസം. അർ-റഹ്മാൻ റഹീമാണ് പടച്ചോനെങ്കിൽ ഞങ്ങൾ ഇബ്രാഹിം നബി എന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾ ഇസ്മായിൽ നബിൻ്റെ വിഗ്രഹം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ വിശേഷണത്തിൻ്റെ പ്രത്യേകത നോക്കൂ. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ ഓരോന്നും റബ്ബ് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലില്ലാഹി അള്ളാഹിനെ പറ്റിയാണ് തൊട്ടുടനെ റബ്ബ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷകനായ അള്ളാഹുവിനാകുന്നു സ്തുതി. അപ്പം രക്ഷകൻ, സംരക്ഷിച്ചു പരിപാലിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണമാണ്. അത് നമ്മളെ മാത്രമല്ല, റബ്ബുന്നാസ് എന്ന പദപ്രയോഗം 114 അധ്യായത്തിൽ കാണാം. സകല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫറോ ചോദിച്ചു, ആരാ മൂസ നിന്റെ റബ്ബ്? അപ്പോൾ മൂസാ നബി കൊടുത്ത മറുപടി വിശുദ്ധ ഖുർആനിൽ കാണാം. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാറ്റിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ടതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാകുന്നു നമ്മുടെ റബ്ബ്. നിന്റെ റബ്ബാരാ ചോദ്യം, ഉത്തരം നമ്മുടെ റബ്ബ് എന്നാണ്. എൻ്റെയും മൂസാ നബിയാണ് ഫറവ, നിങ്ങളുടെയും ഞങ്ങളുടെയൊക്കെ റബ്ബ്. ആ റബ്ബിൻ്റെ പ്രത്യേകത എല്ലാറ്റിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും പിന്നീട് അതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാകുന്നു. കങ്കാരു പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി താഴെ വീഴും, താഴെ കിടക്കും. പ്രസവിച്ചാൽ ഭയങ്കര വളരെ അത്ഭുതകരമായ രംഗം നമുക്ക് കാണാം. നമ്മൾ വിദൂരത്തും നോക്കിയാൽ അപ്പോൾ പ്രസവിച്ച് വീണ കുട്ടി കുറച്ച് കഴിഞ്ഞ് തപ്പിപ്പിടിച്ച് നേരെ കങ്കാരുവിൻ്റെ ഉദരത്തിൽ കയറിയിരിക്കും. ആരാണ്? ഈ കങ്കാരുവിൻ്റെ ഉദരത്തിൽ ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിയിൽ ഞാൻ കയറിയിരുന്നാൽ അവിടെ എനിക്ക് അമ്മിഞ്ഞപ്പാല് കിട്ടും എന്ന ആരാ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാറ്റിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ടതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാകുന്നു നമ്മുടെ റബ്ബ്. റബ്ബ് എന്ന വിശേഷണം ഖുർആൻ പഠിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ആ റബ്ബ് എന്ന വിശേഷണം മാത്രം നമുക്ക് പഠിക്കാനുണ്ടാകും. അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. ഒരു മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാതിരിക്കാൻ ഈ ഒരൊറ്റ വിശേഷണം മതി. ഒരൊറ്റ വിശേഷണം, ഇരുട്ടിലാകട്ടെ പകലാകട്ടെ, റൂമിനുള്ളിലാകട്ടെ പുറത്താകട്ടെ, എവിടെയാകട്ടെ, റബ്ബ് അലീമാണ്. റബ്ബ് എല്ലാം അറിയുന്നവനാണ്. ഞാൻ എവിടെ കളവ് പറയാൻ, ആരെ വഞ്ചിക്കാൻ, എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അറിയും. റബ്ബ് ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. എല്ലാം കാണുന്ന റബ്ബിൻ്റെ മുമ്പിൽ എനിക്കൊന്നും മറച്ചു വെക്കാൻ സാധ്യമല്ല. റബ്ബ് സമീയാണ്, എല്ലാം കേൾക്കുന്നവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അൽ ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഈ വിശേഷണം വേറെ ആർക്കുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാകുന്നു. റബ്ബ് സുബ്ഹാൽ ഖയ്യൂം, അവനെല്ലാം നിയന്ത്രിക്കുന്നവനാകുന്നു. ഇങ്ങനെ ഉദാഹരണം അങ്ങനെ പറഞ്ഞു പോകാനേ നമുക്ക് കഴിയുള്ളൂ. ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അവൻ്റെ നാമങ്ങളിലൂടെ നമ്മൾ പഠിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ, അവൻ്റെ പേരുകൾ പഠിക്കണം, അത് ഉൾക്കൊള്ളണം. അതോടുകൂടി നമ്മൾ സ്വർഗത്തിന് അർഹരായിത്തീരും. സർവ്വ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് മാത്രമല്ല, സർവ്വ നന്മകളിലേക്കും നമുക്ക് കടന്നു കയറാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ പഠിച്ചാൽ നമുക്ക് സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഉത്തമമായ നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം റബ്ബ് പറയുന്നു, വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അവൻ്റെ നാമങ്ങളിൽ കൃത്രിമത്വം കാണിച്ചവരെ അവരിൽ നിന്നും നീ മാറിക്കളയുക, അവരെ നീ ഒഴിവാക്കി കളയുക. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കൃത്രിമത്വം കാണിക്കുക. അതിലേറ്റവും പ്രധാനമാണ് ആ നാമവിശേഷണങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കുക. ഇന്നൊരു മനുഷ്യൻ, ഞാൻ പറഞ്ഞു, ഈ 99 നാമങ്ങൾ പഠിച്ചാൽ സ്വർഗത്തിലെത്തി.
ഈ ഏതെങ്കിലും ഒരു നാമം, പടച്ചവൻ്റെ ഏതെങ്കിലും ഒരു നാമം, ആ നാമം ഉൾക്കൊള്ളുന്ന ആശയം വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അവൻ്റെ നാമങ്ങളിൽ കൃത്രിമത്വം കാണിച്ചാൽ അത് മറ്റൊരാൾക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കുക. അതോടുകൂടി അള്ളാഹു പറയുന്നു സയ്യുജ്സൗന മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് നാം പ്രതിഫലം കൊടുക്കും. നാം ഒരുക്കി വെച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടത് നാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും വലിയ അപകടമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കൃത്രിമത്വം കാണിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കൃത്രിമത്വം കാണിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജുമ സ്വീകരിക്കില്ല, നമ്മുടെ നിസ്കാരം ഒന്നും സ്വീകരിക്കില്ല, നമ്മുടെ ഒരു സൽക്കർമ്മവും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. കാരണം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടിടത്ത് ആ വ്യക്തി അബദ്ധം കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെ നബിയെ പറയ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാകുന്നു. എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാകുന്നു. സഹോദരങ്ങളെ, ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അബദ്ധങ്ങളെ നാം മനസ്സിലാക്കണം. മുസ്ലിം സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് അത് അംഗീകരിക്കണമെന്ന് പറയുന്ന മുസ്ലിം സമൂഹം, ഒരു സമൂഹം എന്ന നിലയ്ക്ക് എല്ലാവരും മുസ്ലിങ്ങളാണ്. ഇവിടെയുള്ള മുഴുവൻ മുസ്ലിം പള്ളികളും മുസ്ലിം പള്ളികളാണ്. മുസ്ലിം പള്ളികൾ ഒരുപക്ഷേ തെറ്റായ വിശ്വാസങ്ങളും ആചാരങ്ങളും ദുരുപയോഗം ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും മുസ്ലിം പള്ളികളെ അവിടെ ശിർക്കുപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയും, ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഔദുബില്ല, ഒരിക്കലും നമുക്ക് പറയാൻ പാടില്ല. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് എടുക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതാണ്. ആ വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കാത്ത, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ നടക്കും. അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അള്ളാഹു ശരിയായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള തൗഫീഖ്, അതിനുള്ള അവസരം കിട്ടാത്തത് കൊണ്ട് ജീവിതത്തിൽ വലിയ അബദ്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നു. ഉദാഹരണം, ഒരു വ്യക്തി നിർണായകമായൊരു ഘട്ടത്തിലെത്തുന്നു, എന്ത് ചെയ്യണമെന്നറിയാത്തൊരു നിർണായക ഘട്ടത്തിലെത്തുന്നു. ഗൾഫിലെത്തി, വിവരം വരുന്നു പണിയൊന്നും ശരിയായിട്ടില്ല, ഒരു പക്ഷേ തിരിച്ചു പോരേണ്ടി വരാം. അപ്പോൾ ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി ഘട്ടം, എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എന്താണ് അവിടെ സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് അവിടെ സംഭവിക്കുക? മിക്ക സ്ഥലത്തും പറയും ഒരു കുത്തുബിയത്ത് ഉടൻ കഴിച്ചോളണം, ഒന്നും പറയണ്ട, പെട്ടെന്നൊരു കുത്തുബിയത്ത് നടത്തണം. എന്താ കുത്തുബിയത്തിലുള്ളത്? മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ 1000 വട്ടം വിളിച്ചു പ്രാർത്ഥിക്കുക. 1000 വട്ടം. ആരെങ്കിലും ഒഴിഞ്ഞിരുന്നു കൊണ്ട് യാ ഷെയ്ഖ് മുഹീദ്ദീൻ എന്ന് 1000 വട്ടം വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി, ആ വിളിക്കുന്നവൻ്റെ വിളിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടില്ല. ഷെയ്ഖ് പറഞ്ഞു എന്ന് ഷെയ്ഖിൻ്റെ പേരിൽ പിന്നീടുണ്ടായ ഖാദിരിയ ത്വരീഖത്തുകാർ എഴുതി അത് മുസ്ലിം വീടുകളിലേക്ക്, നാടുകളിലേക്ക്, വ്യക്തികളിലേക്ക് സ്വാധീനം ചെലുത്തി. ശരി, അങ്ങനെ 1000 വട്ടം ഷെയ്ഖിനെ വിളിച്ചാൽ ഷെയ്ഖ് പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? എങ്കിൽ എന്തു വേണം? ശരിക്കും മനസ്സിലാക്കിക്കോളൂ, സമീഉ എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം ഷെയ്ഖിന് കൊടുക്കാതെ ഒരാൾ കുത്തുബി തേക്കാൻ പറ്റില്ല. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം. മനസ്സിലാക്കാൻ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. സമീഉ, എല്ലാം ഷെയ്ഖ് കേൾക്കുമെന്ന് വിശ്വാസമില്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബാഗ്ദാദിൽ മരണപ്പെട്ട് കിടക്കുന്ന ഒരു ഷെയ്ഖിനെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 1000 വട്ടം വെറുതെ വിളിക്കില്ലല്ലോ, മാനസിക രോഗമൊന്നല്ലല്ലോ. അങ്ങനെ വിളിച്ചാൽ ഷെയ്ഖ് കേൾക്കും എന്ന വിശ്വാസമല്ലേ വിളിക്കാൻ പറ്റുമോ? ഇല്ല. സമീ എന്ന വിശേഷണം പഠിച്ച ഒരാളും ഷെയ്ഖിനെ ഒരൊറ്റ പ്രാവശ്യം പോലും വിളിക്കില്ല. അത് ഷെയ്ഖും പറഞ്ഞിട്ടില്ല. വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ റസൂലുള്ളാഹിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് എഴുതി വെച്ചു, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. ഞാൻ പറയുന്നു സഹോദരങ്ങളെ,
1000 വട്ടം ഷെയ്ഖിനെ വിളിക്കാൻ, സ്വന്തം വീട്, ഷെയ്ഖിനെ പൂജിക്കാൻ, ഷെയ്ഖിനെ ആരാധിക്കാൻ സ്വന്തം വീട് വിട്ടുകൊടുത്ത് അവിടെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദരി സഹോദരന്മാർ വിചാരിക്കുന്നു ഇത് ശരിയാണ്. വേറെ ചില മനസ്സിൽ സ്വർഗത്തിലേക്കുള്ള വഴി എങ്ങനെയെങ്കിലും കഴിച്ചിലായി പോണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇത് എവിടുന്ന് വന്നു? അള്ളാഹിൻ്റെ വിശേഷണം മറ്റു അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് വേർതിരിച്ചു കൊടുക്കുന്ന, അവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായത്തിലെ സൂറത്ത് സുമറിലെ 65-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. വല്ലാത്തൊരു പദപ്രയോഗമാണ്. മുഹമ്മദേ, നീ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ നിന്റെ അമലുകൾ ബാത്തിലായി പോകും. ചില ആൾക്കാർ പറയും, കുറേ അഭിപ്രായ വ്യത്യാസം സമൂഹത്തിൽ, നിസ്കരിച്ചാൽ പോരെ, നിങ്ങൾ വെറുതെ കുഴപ്പമുണ്ടാക്കല്ല, നിസ്കരിച്ചാൽ പോരെ. ഉത്തരം, നിസ്കരിച്ചാൽ പോരാ, നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള വിളിച്ചു, നീ യമനിലേക്ക് പോകണം, യമനിൽ ധാരാളം ആളുകൾക്ക് ദഅവത്ത് എത്തിക്കേണ്ടതുണ്ട്, എന്നിട്ട് നീ അവിടെ പോയിട്ട് അവരോട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരിൽ ഭൂരിപക്ഷ ആൾക്കാർ യേശുവിനെ വിളിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ജൂതന്മാരായ ആൾക്കാർ, അവരോട് നീ പറയണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ആരാധ്യനില്ല. എന്നിട്ട് റസൂൽ പറയാ, അതവർ അംഗീകരിച്ചാൽ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കണം. സഹോദരീ സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ ആദ്യത്തെ 13 വർഷം നിസ്കാരം നിർബന്ധമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യകാലത്തുള്ള സ്വഹാബികൾ നിസ്കരിക്കാതെ സ്വർഗത്ത് പോയി. നിസ്കാരം നിർബന്ധമല്ലേ, നിസ്കരിക്കേണ്ടുള്ളൂ. അപ്പോൾ അമലുകൾ വിശ്വാസമാകുന്ന അടിത്തറയിലാണ് ചുമര് വെക്കേണ്ടത്. ചുമര് പോരെ, ചുമരുണ്ടായാൽ പോരെ, നിസ്കരിച്ചാൽ പോരെ, ചുമര് പോരാ, അടിത്തറ വേണം. അടിത്തറ പാളിയാൽ നിസ്കാരം കൊണ്ട് കാര്യമില്ല. അതാണ് 39:65 പറഞ്ഞത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നീ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ നിന്റെ അമലുകൾ ബാത്തിലായി പോകും. മുഫസ്സിരീങ്ങൾ പറയാണ്, റസൂലുള്ള ഒരിക്കലും ശിർക്ക് ചെയ്യില്ല. ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത റസൂലുള്ളയെ വിളിച്ചിട്ട് നീ തന്നെ ശിർക്ക് ചെയ്താൽ എന്തിനാണ് അള്ളാഹു പറഞ്ഞത്? മുസ്ലിം ഉമ്മത്തിനെ ഭയപ്പെടുത്താൻ. അള്ളാഹിൻ്റെ റസൂലിനോട് വരെ പറയാണ്, നിൻ്റെ എല്ലാ കർമ്മങ്ങളും പോയി പോകും നിന്റെ ജീവിതത്തിലെങ്ങാനും ശിർക്ക് വന്നാൽ. 5-ാം അധ്യായമായ സൂറത്തു മാഇദയിലെ 72-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടത് അള്ളാഹു അല്ലാത്തവർക്ക് കൂടി പങ്കുവച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന, ആ വ്യക്തിക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിച്ചേ പറ്റൂ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദേ, നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ആരാധ്യനില്ല എന്ന വിഷയം. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഒരു യാത്ര വരുമ്പോൾ, ഒരു ഹജ്ജ് യാത്ര വരുമ്പോൾ, ഒരു ഉംറ യാത്ര വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ്. ഒരു മൗലൂദ് ഓതിയിട്ട് അത് ശരിയോ തെറ്റോ, എന്ത് നാട്ടിലെല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രശ്നം വേണ്ട എന്ന പല ന്യായങ്ങൾ പറഞ്ഞ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അള്ളാഹിൻ്റെ റസൂലിനെ ആരാധിക്കുകയാണ്. ഇർതകബ്തു അലൽ ഖത്താ വൈറഹസിരിൻ വഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപങ്ങളാകുന്ന വാഹനത്തിലാണ് നബിയെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ആ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ കാവലാതി ബോധിപ്പിക്കാനുള്ളത് അങ്ങയോടാണ്. പോയില്ലേ? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ഖുർആനിൽ പറയാണ്, പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്? റസൂലുള്ള പറയാണ്, ഞാനൊരു ദിവസം 100 പ്രാവശ്യം, മറ്റു റിപ്പോർട്ടിൽ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ റസൂൽ 100 തെറ്റ് ചെയ്യുന്നു എന്നല്ല, 70 തെറ്റ് ചെയ്യുന്നു എന്നല്ല. ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹിൻ്റെ റസൂൽ പോലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 പ്രാവശ്യം പറഞ്ഞ ആ നബിയോടാണോ നമ്മുടെ പാപങ്ങൾ നമ്മൾ പറയേണ്ടത്? അല്ല. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത് എന്ന ആയത്ത് നമുക്ക് ഓതിത്തന്നത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ നാമങ്ങൾ ശരിക്കും ജീവിതത്തിൽ പകർത്തും കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടാവും. വീട്ടിന് എതിർപ്പുണ്ടാവും, നാട്ടിന് എതിർപ്പ്. അവനിപ്പം നല്ല മഹലിൽ 1-ാം നമ്പർ മെമ്പറായിരുന്നു. ഇപ്പം പറയുന്നത് മൗലൂദ് പറ്റൂല, റാത്തീവ് പറ്റൂല, മരിച്ചാൽ ഇന്നത് പറ്റൂല, ഒക്കെ കേൾക്കേണ്ടി വരും. ഈ മഹലിൻ്റെയും നാടിൻ്റെയും കുടുംബത്തിൻ്റെ ഒക്കെ ഇഷ്ടമാണോ നമുക്ക് വലുത്?
എന്നാൽ ദീനിയായ അവർ ചെയ്യുന്ന തെറ്റിനെ എതിർക്കുമ്പോഴുണ്ടാകുന്ന വെറുപ്പ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യത്തെ എതിർപ്പ് എവിടുന്ന? ഇബ്രാഹിം നബിനെ വിളിക്കാൻ പറ്റൂല, ഇസ്മായിൽ നബിനെ വിളിക്കാൻ പറ്റൂല, ലാത്തനെ വിളിക്കാൻ പറ്റൂല, ഉസ്സനെ വിളിക്കാൻ പറ്റൂല, മനാത്തക്ക് നേർച്ചെടുക്കാൻ പറ്റൂല, അത് പടച്ചോന് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ആരാ ആദ്യം എതിർത്തത്? റസൂലുള്ളാഹിയുടെ സ്വന്തം രക്തബന്ധു അബൂലഹബ്. തോളിലുണ്ടായിരുന്ന മുണ്ടെടുത്ത് പുറത്തൊരു ഒറ്റ വീശല്, നിനക്ക് നാശം, ജമാഅത്തന, ഇതിനാണോ ഞങ്ങൾ ഒരുമിച്ച് ചേർത്തത്? നമ്മുടെ വാപ്പകാരന്മാർ പണ്ടേ ഇബ്രാഹിം നബിനെ വിളിക്കുന്നുണ്ട്, ഇസ്മായിൽ നബിനെ വിളിക്കുന്നുണ്ട്, അതൊന്നും പറ്റില്ല. ഫറഖ ഖുറൈശ്, നീ ഖുറൈശികളെ ഭിന്നിപ്പിച്ചു. പടച്ചോ മറുപടി കൊടുത്തു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, എൻ്റെ ഹബീബ് നശിക്കട്ടെ എന്നൊരുത്തം പറഞ്ഞല്ലോ, അവൻ്റെ ഇരുകരങ്ങളും നശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം മരിച്ചിട്ടില്ല. അബൂലഹബ് ജീവിച്ചിരിക്കാത്തിറങ്ങുന്നത് ചെറിയൊരു തന്ത്രം, ഞാൻ ഷഹാത്ത് ചൊല്ലിയിരിക്കുന്നു, ഖുർആൻ പൊളിയൂലേ? ഖുർആൻ പൊളിയേ? പക്ഷെ അങ്ങനെ തോന്നില്ല. അപ്പോൾ ഇസ്ലാമിനെതിരിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് ശക്തമായ എതിർപ്പ് വന്നപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പടച്ചോൻ്റെ പിന്തുണ നമുക്കുണ്ടാകും. വല്യാപ്പ് എന്ത് വിചാരിക്കും, ഭാര്യ വീട്ടുകാരെന്ത് വിചാരിക്കും, മഹല്ല് കമ്മിറ്റി എന്ത് വിചാരിക്കും? പടച്ചോൻ അവിടെ സ്ഥാനമൊന്നുമില്ല. അപ്പോൾ ചെയ്യുന്ന നമ്മുടെ ഖബറിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിൻ്റെ നാമവിശേഷങ്ങൾ അബദ്ധം വരുത്തി, ലാ ഇലാഹ ഇല്ലല്ലയിൽ അബദ്ധം വരുത്തി നമ്മൾ മരിച്ചാൽ ആ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ടാവില്ല. മൂപ്പര് മരിച്ചാൽ മൂപ്പര് മറ്റേ ഖബറിൽ അപ്പുറത്തുണ്ടാകും. അതുകൊണ്ട് ദുന്യവിയായ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരാൻ പാടില്ല. സഹോദരി സഹോദരങ്ങളെ, ദീൻ കൃത്യമായി വ്യക്തമായി പഠിക്കാനുള്ള ഉന്നതമായൊരു തീരുമാനമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഒരൊറ്റ കാര്യം മാത്രം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറയുകയാണ്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നു. എനിക്കും നിങ്ങൾക്കും ജുമാ നിർബന്ധമായതുപോലെ ഇന്നത്തെ അസർ നമ്മൾ നമസ്കരിച്ചിട്ടെങ്കിൽ നമ്മൾ കാഫറായി പോകുന്നത് പോലെ നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നു. നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങളുടെ ഒന്നാം സ്ഥാനത്താണ് രാത്രി നമസ്കാരം. ഏതുവരെയെന്ന് ചോദിച്ചാൽ അള്ളാഹു ഒറ്റയാണ്, നിങ്ങൾ ഒറ്റയാക്കുക. ഒരു റക്അത്തെങ്കിലും റസൂലുള്ളാഹി നിസ്കരിച്ചത് റമളാനിലോ അല്ലാത്ത കാലത്തോ 11 വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് ആയിഷ ബീവിയുടെ റിപ്പോർട്ട് നമുക്ക് കാണാം. ഒരു റക്അത്തെങ്കിലും. അപ്പോൾ സഹോദരങ്ങളെ, ആരുടെയെങ്കിലും ജീവിതത്തിൽ വിത്ർ, തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ പല പേരുകളിൽ രാത്രി നിസ്കാരമുണ്ട്. ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ തഹജ്ജുദായി, രാത്രി നിസ്കരിക്കുമ്പോൾ ഖിയാമുൽ ലൈലായി, ഒറ്റയാക്കുന്നതുകൊണ്ട് വിത്റായി, റമളാനിൽ വിശ്രമിച്ച് നിസ്കരിക്കുന്നതുകൊണ്ട് തറാവീഹായി. എല്ലാം ഒന്ന് തന്നെ. അത് ഇശ കഴിഞ്ഞാൽ എപ്പോഴും നിസ്കരിക്കാം. സഹോദരങ്ങൾ, ഒരു തീരുമാനം എടുക്കുക. അള്ളാഹിൻ്റെ റസൂലിന് ഫർളായൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സ്ഥിരമായിട്ടുണ്ടാകണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ചില ആൾക്കാർ പറയും, ഞാൻ സുബൈക്കിന് മര്യാദയ്ക്ക് എണീക്കില്ല, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ഞാൻ സുബൈക്ക് എണീക്കാത്ത മനുഷ്യനാണ്, എന്നിട്ടാണ് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ആദ്യം ഉത്തരം അതൊന്ന് മാറ്റണം, ആ സ്വഭാവം ഒന്ന് മാറ്റണം. സുബൈക്ക് എഴുന്നേൽക്കണം. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ ഉത്തമം നമസ്കാരമാകുന്നു. പ്രത്യേകിച്ച് നമ്മൾ വരിസംഖ്യയിൽ നിന്ന് ശമ്പളം കൊടുത്ത ആളടുത്ത് വിളിച്ചെറിയാണ്, മനുഷ്യന്മാരെ ഉറങ്ങല്ലേ. എന്തിനാ മൈക്ക് പറയുന്നത്? നമ്മൾ ചെവി കേൾക്കാനല്ലേ? മൈക്കിൽ വിളിച്ചു നമ്മൾ കേൾക്കാനാ? എണീക്ക്, നീ ഈ ഉറക്കണ്ടല്ലോ, ഇതുപോലൊരു ഉറക്കം ഖബറിലുണ്ട്, അത് സ്വസ്ഥാകണമെങ്കിൽ ഇപ്പം എഴുന്നേൽക്കണം. ഉറക്കമില്ലാത്ത സന്തോഷത്തിൻ്റെ ഒരു ലോകമുണ്ട്, നിനക്കിഷ്ടം പോലെ ജീവിക്കാൻ പറ്റിയൊരു ലോകമുണ്ട്. അവിടേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ എഴുന്നേൽക്കണം. അതുകൊണ്ട് സുബഹ് പ്രത്യേകിച്ച് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു, സുബഹ് കൃത്യസമയത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു. ഒരു ഡിസ്ക്വാളിഫിക്കേഷനിൽ അപ്പം നമ്മളുള്ളത്, അത് പരിഹരിക്കണം. എന്തിനാണോ കാർ എടുത്തത്? എന്തിനാ ഈ ബൈക്ക്? ചില ആൾക്കാർ പറയും പള്ളിയിൽ പോയതിന് മുതൽ അത് മാത്രം നടക്കില്ല, ബാക്കിയൊക്കെ നടക്കും. അതുകൊണ്ട് പള്ളിയിലെത്തണം ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് കൂട്ടത്തിൽ. അങ്ങനെ സുബഹിക്ക് മുമ്പാണ് ഏറ്റവും നല്ല സമയം. വിത്ർ നമസ്കരിക്കാൻ ഏറ്റവും നല്ല സമയം സുബഹിക്ക് മുമ്പുള്ള സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യൂ, ഞാൻ സ്വീകരിക്കാം എന്ന് പറയുന്ന സമയമാണ് സുബഹിക്ക് മുമ്പുള്ള സമയം. ആഗ്രഹിക്കുക സഹോദരങ്ങളെ, എനിക്ക് സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കണം. ആഗ്രഹിക്കാൻ നികുതിയൊന്നും കൊടുക്കണ്ടല്ലോ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു കാരണവശാൽ അങ്ങനെ അങ്ങോട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇശ കഴിഞ്ഞ്
ഇശാൻ്റെ സുന്നത്തും കഴിഞ്ഞിട്ട് ഒരു 3 റക്അത്ത്. 3 റക്അത്താണെങ്കിൽ ആദ്യത്തെ 2-ൽ സബ്ബിഹിസ്മ, രണ്ടാമത്തേൽ ഖുൽയായുൽ കാഫിറുൻ, സലാം വീട്ടുക, പിന്നെ 1 റക്അത്ത് അതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. 3 റക്അത്തായല്ലോ, അത് നിസ്കരിക്കുക. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് സുബഹിക്ക് മുമ്പിലേക്ക് വരണമെന്ന്. അതുകൊണ്ട് ഈ ഒരു സ്വഭാവം നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വർഗവാസികളുടെ പ്രത്യേകത പറഞ്ഞെടുത്ത് ഖുർആൻ എടുത്തു പറഞ്ഞ കാര്യമാണ് രാത്രി നമസ്കാരം. കാരണം ആരെ കാണിക്കാനാ? ഒരാൾ എന്തിനാ 3 മണിക്ക് എഴുന്നേൽക്കുന്ന സഹോദരങ്ങളെ? ആരെ കാണിക്കാനാ? ലോകം മൊത്തം ഉറങ്ങിക്കിടക്കുന്നു, പടച്ചോ ഞാൻ എഴുന്നേൽക്കുകയാണ്, ഞാൻ ശുദ്ധി വരുത്തുകയാണ്, പടച്ചോലെ ഞാനിതാ സുജൂദിലാണ്. അവിടെ വരുന്നൊരു ദുആ ഇല്ലേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, സ്വർഗത്തിൽ പ്രവേശിക്കണേ, നല്ല മരണം തരണേ എന്നാ ദുആ ഉണ്ടല്ലോ, ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും.